വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ നമ്മൾ കർത്താവിൽ ആയിരിക്കുക, കർത്താവിനെ അറിയുക, കർത്താവിനെ നേടുക. ഇതിനപ്പുറമായിട്ട് മറ്റൊന്നുമില്ല. അതിനുള്ള ഏക മാധ്യമം ദൈവവചനമാണ്. ഈ ദൈവവചനം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ കൂടുതലായി പ്രാപിക്കുക. എന്നാൽ ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഉള്ള വിശുദ്ധന്മാർ വളരെ കുറവാണ്. നമ്മൾ എത്രമാത്രം തിരുവചനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നോ അത്രമാത്രം നമ്മൾ കർത്താവിനെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ശരിയായ നിലയിൽ നമ്മൾ ആത്മാവിൽ അതിനെ കൈക്കൊള്ളണമെന്ന് മാത്രം. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയ ഭാഗത്തുനിന്നും വീണ്ടും ആരംഭിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 3 വഴികൾ. അത് യൂദായുടെ ലേഖനം 11 വാക്യമാണ്. ഒരു അധ്യായമല്ലേ ഉള്ളൂ. ആ 11 വാക്യം, അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ 3 വ്യക്തികളെക്കുറിച്ച്, പഴയ നിയമത്തിലെ 3 വ്യക്തികളും അവരുടെ വഴികളും, അത് നമുക്ക് എത്രമാത്രം മുന്നറിയിപ്പാണ് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു ഭാവം പോലും ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ച് യൂദ ഇവിടെ എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് ആദ്യമായിട്ട് നാം നോക്കേണ്ടത് കായിനെക്കുറിച്ചാണ്. കായിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഭാല. भाला. अब देखिए मतलब काइन का स्वभाव के अनुसार ही उसका नाम आया काइन है. काइन का अर्थ है പ്രൈസ്ലോഡ്. അപ്പോൾ കായിൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ കുന്തമെന്നാ, കുന്തം. അപ്പം കായിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൻ്റെ പേരും വരുന്നു. നോക്കണേ, ഓരോ പേരിനും കൃത്യമായൊരർത്ഥമുണ്ട്. അവൻ മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു, കുന്തം. നോക്കുക. അപ്പോൾ നമ്മൾ കൈയിൻ്റെ കാര്യങ്ങൾ കാണുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ കായീനും ഹാബേലും ദൈവത്തിനെ ആരാധിക്കുവാനായിട്ട് പോകുന്ന ഒരു വിഷയമാണ്. യാഗമർപ്പിക്കുവാൻ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ആരാധകർ, 2 നിലയിലുള്ള ആരാധന, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ പിന്നെ ഓരോ മനുഷ്യൻ്റെയും അവരുടെ ഉള്ളിൽ പാപബോധമുള്ളത് കൊണ്ട് യാഗം അർപ്പിക്കണം എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി. നമുക്കറിയാം, അന്ന് ന്യായപ്രമാണമോ അങ്ങനെയുള്ള വ്യവസ്ഥകളോ ഒന്നും കൊടുത്തിരുന്നില്ല. എങ്കിലും നമ്മൾ റോമർ 2:15 വായിക്കുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഹൃദയത്തിൽ ഏത് വനത്തിൽ വാർക്കുന്നവരാണേലും അവരുടെ ഹൃദയത്തിലും ഈ വ്യവസ്ഥകൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ അങ്ങനെ എഴുതപ്പെട്ടിരുന്നുകൊണ്ട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, അവർക്ക് യാഗം അർപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ യാഗം അർപ്പിക്കുവാനായിട്ട് പോയി. അപ്പം ഏത് നിലയിലുള്ള വഴിപാടിലാണ്, യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. ഇവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. കാരണം അവർക്കറിയാം, അവരുടെ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരാലാവോളം അത്തിയില കൊണ്ട് ഒരു ലുങ്കി ഉണ്ടാക്കി അവരണിഞ്ഞു നോക്കി. എന്നാൽ വെയിൽ വന്നപ്പോൾ അത് വാടി ഉണങ്ങി പോയിട്ട് അത് പൊടിഞ്ഞുപോയി, അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെ പിന്നെ ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഇവർ ഉണ്ടാക്കിയ ആ അത്തിയില എന്തിനെ കാണിക്കുന്നതാണ്? അവരുടെ സ്വയം പ്രയത്നത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പ്രയത്നം കൊണ്ട് അവർക്കൊരിക്കലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ ദൈവം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു വഴി തുറക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു ആടിനെ കൊന്ന് അതിൻ്റെ തോൽ കൊണ്ട് അവർക്ക് വസ്ത്രമുണ്ടാക്കി അവരെ ഉടുപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അവനൊരിക്കലും യോഗ്യനാകത്തില്ല. നമുക്കറിയാം, പിന്നെ നമ്മുടെ ജീവിതത്തിൽ കായീൻ അവൻ കൊണ്ടുവന്നത് ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നുള്ള വിഭവങ്ങളായിരുന്നു. അവൻ കൊണ്ടുവന്നതൊന്നും മോശമായിരുന്നില്ല. എന്നാൽ
ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചു? ഭൂമിയും ശപിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ ഉൽപ്പത്തി 3:17 വായിക്കുന്നത്. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നിന്റെ നിമിത്തം, ആദാം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അങ്ങനെ ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്നും ഉളവാക്കിയ ഫലങ്ങളുമായിട്ടാണ് കയീൻ വന്നത്. നോക്കണം. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ കൊണ്ടുവന്ന കയീൻ്റെ ആ അർപ്പണം അവൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്. അപ്പം നമുക്കറിയാം, ഒരു വ്യക്തിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ കഴിയില്ല. നമ്മൾ എഫേസ്യർ 2:8-9 വാക്യങ്ങളിൽ വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ നമ്മുടെ എത്ര നല്ല പ്രവൃത്തികൾ പ്രവർത്തിച്ചാലും ആ പ്രവൃത്തികൾ കൊണ്ട് നമുക്കൊരിക്കലും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ കയീൻ കൊണ്ടുവന്നത് ഒരിക്കലും മോശമായ ഫലങ്ങളല്ല. കയീൻ കൊണ്ടുവന്നത് തനിക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും നല്ല ഫലങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പം ഇവിടെ അവന് ലഭിച്ചതിൽ ഏറ്റവും നല്ല വസ്തുക്കളുമായിട്ട് അവൻ വന്നേ. എന്നാൽ അത് ദൈവത്തിന് സുഗ്രാഹ്യമായിരുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഒരു വലിയ വീഴ്ച സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആ വിശ്വാസം, കർത്താവ് എനിക്ക് വേണ്ടി ഭാവിയിൽ വന്ന് മരിക്കുമെന്നുള്ള വിശ്വാസം, അത് കയീനിലും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ആ വിശ്വാസം കയീനിലുണ്ടായില്ല. അപ്പം ഇന്ന് പൊതുവെ ആൾക്കാരെന്തുവാ, പുറമേ കാണുന്നത് കണ്ടുകൊണ്ട് അതിനെ പ്രശംസിക്കും. നമുക്കറിയാം, 1 ശമൂവേൽ 16:7 കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ പുറമേ ഉള്ളത് നോക്കുന്നു, ഞാനോ ഹൃദയത്തെ നോക്കുന്നു. അപ്പം ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. നമ്മുടെ ദൈവത്തിന് അടുത്ത് വരുമ്പോൾ നമുക്ക് ആ വിശ്വാസമുണ്ടോ? നമ്മൾ ദൈവവചനത്തിൻ്റെ ബേസിലാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതാ ദൈവം നോക്കുന്നത്. അപ്പോൾ ഇവിടെ കയീൻ അങ്ങനെയല്ല ചെയ്തത്. കയീൻ തെറ്റായ ദൈവത്തെ ആരാധിക്കുകയല്ല ചെയ്തേ, എന്നാൽ ദൈവത്തെ തെറ്റായ നിലയിൽ ആരാധിക്കുകയും ചെയ്ത്. അവിടെയാ കയീന് പറ്റിയ വീഴ്ച. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കയീൻ തെറ്റായ ദൈവത്തെ അല്ല ആരാധിച്ചു, പിന്നെയോ സത്യദൈവത്തെ തെറ്റായ നിലയിൽ ആരാധിച്ചു. അവിടെയാണ് അവന് വീഴ്ച സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ആബേലിനെ സംബന്ധിച്ചിടത്തോളം ആബേൽ കൊണ്ടുവന്ന വഴിപാട് ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെയാണ്. അപ്പം ആടിനെ യാഗം കഴിക്കുവാൻ, ഇത് ഭാവിയിൽ യാഗമായി തീരാനുള്ള ദൈവകുഞ്ഞാടിൻ്റെ നിഴലായിരുന്നു. നമ്മൾ ചിന്തിക്കണം, അവിടെ ഏദൻ തോട്ടത്തിൽ ദൈവം ആ മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തിയ ആ സത്യം നമ്മുടെ ഇന്നത്തെ അവസ്ഥ പോലെയല്ല. അന്ന് ആ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള മനുഷ്യൻ്റെ ബുദ്ധി അത്രമാത്രം വികാസിതമായിരുന്നു. അവർക്ക് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. അത് ശരിക്കും ഹാബേൽ മനസ്സിലാക്കി. കർത്താവിൻ്റെ കുഞ്ഞാടായി ദൈവപുത്രൻ ഈ ലോകത്തിൽ വരും എന്നുള്ള ആ കാര്യം, ആ ബോധ്യം ഹാബേലിനുണ്ടായിരുന്നു. അല്ലേ? നമ്മൾ എബ്രായർ 9:22 വായിക്കുന്നുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. അപ്പം വിമോചനത്തിന്, പാപപരിഹാരത്തിന് രക്തം ചൊരിയപ്പെടണം എന്നുള്ള പ്രമാണം അവിടെ ഏദൻ തോട്ടത്തിൽ കാണിച്ച ആ സംഭവം, അത് ഇവർക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹാബേൽ അത് വിശ്വസിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ പിതൃപാരമ്പര്യങ്ങളിൽ നിന്നും വിടുവിക്കപ്പെട്ടത് എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. നമ്മൾ 1 പത്രോസ് 1-18 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുക്രിസ്തു എന്ന നിർദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ്. ഈ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സത്യത്തെ ആധാരമാക്കി വേണം നമ്മുടെ പ്രവൃത്തികളെല്ലാം നടക്കേണ്ടത്. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് അവിടത്തേക്ക് എല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് അവിടുത്തെ ആധാരമാക്കി. അപ്പോൾ ഇവിടെ ഹാബേൽ അത് അർപ്പിച്ചപ്പോൾ, നമ്മൾ എബ്രായ ലേഖനത്തിൽ ഹാബേലിൻ്റെ അർപ്പണത്തെക്കുറിച്ച്
നമുക്കറിയാം അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, എബ്രായർ അതിൻ്റെ 11-ാം അധ്യായം 4-ാം വാക്യം അവിടെ വായിക്കുന്നത്, വിശ്വാസത്താൽ ആബേൽ ദൈവത്തിന് കായൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു, ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. അപ്പം ഇവിടെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഈ കാര്യം അവിടെ ഉൽപ്പത്തിയിൽ അത് എഴുതിയിട്ടില്ലെങ്കിലും അത് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിലൂടെ ആ കാര്യം വെളിപ്പെടുത്തി. അപ്പോൾ താൻ അർപ്പിച്ചത് വിശ്വാസത്താൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ്. ഭാവിയിൽ എനിക്ക് വേണ്ടി പുത്രൻ ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടായി വന്ന് എനിക്ക് വേണ്ടി യാഗമാകും, ആ യാഗത്തെ കണ്ടുകൊണ്ടാണ് ഇവിടെ ഹാബേൽ അർപ്പിച്ചത്. അതുകൊണ്ടാണ് ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിക്കുവാനിടയായി തീർന്നത്. എന്നാൽ നമ്മളിവിടെ കായൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്തുവാ? കായൻ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായി, അവൻ്റെ മുഖം വാടുകയുണ്ടായി. അപ്പോൾ ദൈവം അവനോട് പറയുന്നുണ്ട്, കായനെ നീൻ്റെ മുഖം വാടുന്നത് ഇതാ പാപം വാതികൾ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാണ്, നീ അതിനെ കീഴടക്കണം. ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. നമ്മൾ ഉൽപ്പത്തി 4:7 വായിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് അനേകരും ദൈവത്തെ ആരാധിക്കാൻ വന്ന് മടങ്ങിപ്പോകുമ്പോൾ അവരിൽ കാണപ്പെടേണ്ട യഥാർത്ഥമായിരിക്കുന്ന ആ ഒരു സന്തോഷമുഖഭാവം പലരിലും കാണുന്നില്ല. കാരണം ദൈവം അവരുടെ ആരാധനയിൽ പ്രസാദിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹാബേൽ സന്തോഷിക്കുമ്പോൾ കായൻ കോപത്താൽ നിറയുകയാണ്. എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. തുടർന്നുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ കായൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തെ തിരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് യാതൊരു സ്ഥാനം ഉണ്ടായില്ല. അവൻ്റെ കോപം വളരുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവനിൽ ആ കോപം അവനെ ഒരു കൊലപാതകനാക്കി മാറ്റി. തൻ്റെ സഹോദരനുമായിട്ട് വയലിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അവൻ കോപിക്കുന്നു, അവനെ കൊല്ലുന്നു. നോക്കുക, അങ്ങനെ കായൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ. എത്ര ഉഴലുന്നവനായി തീർന്നു, എത്ര ദയനീയമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നാം ഒരിക്കലും കായൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ല. യഥാർത്ഥ സത്യ ആരാധകരെ ഇന്ന് പഴിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. അവരെപ്പോഴും ക്രോധം കൊണ്ട് നിറയുകയാണ്. അവരെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അവരാഗ്രഹിക്കുക. ചിന്തിക്കുക, എത്ര ഈ ആരംഭത്തിൽ തന്നെ, ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഈ ആരാധകരിലൂടെ ഈ കാര്യം കാണുവാൻ കഴിയും. ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ, നമുക്ക് ആരാധന കഴിയുമ്പോൾ യഥാർത്ഥമായും ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം നമ്മളിൽ മഹത്വപ്പെട്ടു എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ കഴിയൂ. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ആരാധന കഴിച്ചില്ല എങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. വീണ്ടും നമ്മൾ കാണുന്നത് ബിലിയാമിനെ കുറിച്ചാണ്. ബിലിയാം എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വിഴുങ്ങുന്നവൻ എന്നാണ്. വിഴുങ്ങുന്നവൻ. നമുക്കറിയാം, ഈ ബിലിയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകത്തിലാണ്. അപ്പം സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ബാലാക്ക് എന്ന രാജാവ് ബിലിയാമിനെ വിളിക്കുവാനായിട്ട് ആൾക്കാരെ അയക്കുന്നു. കാരണം ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും വരുമ്പോൾ അവർക്ക് ഈ ദേശത്തൂടെ കടന്നു പോകണം. അപ്പോൾ അവർക്ക് ഇസ്രായേലിനെ നേരിടുവാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ബാലാക്ക് എന്ന രാജാവ് എന്ത് ചെയ്തു? ബിലിയാമിനെ വിളിക്കുക, നീ വന്നവരെ ശപിക്കണം. നമ്മൾ അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യം ഞാനത് വായിക്കാം. അവൻ ബയോരിൻ്റെ മകനായ ബിലിയാമിനെ വിളിപ്പാൻ അവൻ്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്ത് ബെഥോരിലേക്ക് ദൂതന്മാരെ അയച്ച്, ഒരു ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു, അവർ എനിക്കെതിരെ പാർക്കുന്നു, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ, അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാർ ആയിരിക്കുകൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിച്ച് ദേശത്തു നിന്നും ഓടിച്ചു കളയുവാൻ എനിക്ക് കഴിയുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. അപ്പോൾ ഇവിടെ ബിലിയാമിനെ വിളിക്കുവാൻ ആളയച്ച് അവൻ ബിലിയാമിനോട് പറയുന്നത്, നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമെന്നാണ്. അപ്പോൾ ബിലിയാം
ജാതീയ പ്രവാചകനാണെങ്കിലും ദൈവവുമായിട്ടൊരു ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവം അവനോട് എന്ത് പറഞ്ഞു? അതിൻ്റെ ഒരുപാട് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ 12-ാം വാക്യം, ദൈവം ബിലെയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും അരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ബിലെയാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ പോകട്ടെ? ദൈവം പറഞ്ഞു, പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ കാര്യം കഴിഞ്ഞപ്പോൾ വീണ്ടും ബിലെയാം വന്ന ആൾക്കാരോട് പറയുന്നു, അവർ എന്ന് മോവാബ് രാജാവിനോട് പറയുന്നു. മോവാബ് രാജാവ് വീണ്ടും അവരെക്കാളും ഉന്നതന്മാരായിരിക്കുന്ന വ്യക്തികളെയും വലിയ വലിയ സമ്മാനങ്ങളുമായിട്ട് അയക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ബിലെയാം ദൈവത്തോടു കൂടി അനുമതി ചോദിക്കുക. അപ്പോൾ ദൈവം പോകാൻ പറയുന്നു. എന്നാൽ അവിടെ ഒരു സംഭവം നമ്മൾ കാണുന്നത് അതിൻ്റെ 21-ാം വാക്യത്തിലാണ്. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ ബിലെയാം പോകുന്നതിനെതിരെ ദൈവത്തിൻ്റെ ദൂതൻ വാൾ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന് നാശമായിരുന്നു. ആ കഴുത നിമിത്തമാണ് ബിലെയാം അവിടെ രക്ഷപ്പെടാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ഇവിടെ ഈ ബിലെയാമിൻ്റെ ചതി എന്നുള്ളത് ഏറ്റവും ഭയങ്കരം. അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബിലെയാം ആ മോവാബ് രാജാവ് കൊടുത്തുവിട്ട ധനം സമ്പാദിക്കുവാനായിട്ട് അവൻ്റെ ഉള്ളത്തിലൊരു വലിയ തീരുമാനമുണ്ടായിരുന്നു. അപ്പം അവരെ ശപിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും അവർക്ക് ശാപം വരത്തക്ക നിലയിലുള്ള ചില വഴികൾ ബാലാക്ക് രാജാവിന് ബിലെയാം പറഞ്ഞു കൊടുത്തു. ബാലാക്കിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ ദേശത്തുള്ള നല്ല സുന്ദരികളായ യുവതികളെ അവരുടെ മധ്യത്തിൽ അയക്കുക. അവിടെയുള്ള ജവാന്മാരെ ആകർഷിച്ച് അവരെ കൊണ്ട് വിചാരം ചെയ്യിച്ച് അവരിൽ പാപം വന്നാൽ ദൈവക്രോധം അവരുടെ മേൽ വരും. നമ്മളതിൻ്റെ 25-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. 25-ാം അധ്യായം 1-ാം വാക്യം, ഇസ്രായേൽ സിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. കണ്ടോ? അപ്പോൾ ഇത് ബിലെയാം ഉപദേശിച്ചു കൊടുത്ത വഴികളിലൂടെ ഈ ചെയ്ത കാര്യമായത്. വിശദമായിട്ട് പറയാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഞാൻ ചുരുക്കി പറയുക. അപ്പോൾ ഈ ബാധയാൽ സംഭവിച്ചതിനറിയോ? ഇസ്രായേലിൽ 24,000 പേർ മരിക്കുവാൻ. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ബാധ കൊണ്ട് മരിച്ചു പോയവർ 24,000 പേർ. കണ്ടോ? അപ്പോൾ ഇവർ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് അവരുടെ മധ്യത്തിൽ ഒരു ബാധ അയക്കുകയും അതുമൂലം 24,000 പേർ മരിക്കുവാനിടയാകുകയും ചെയ്തു. നോക്കുക, എത്ര ഭയങ്കരമായൊരവസ്ഥയാണ് ബിലെയാമിൻ്റെ ചതി. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ബിലെയാം ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചവനാണ്. എന്നാൽ സംഭവിച്ചത് സംഖ്യാപുസ്തകം 31:8 അവർ മിദ്യാന്യരെ സംഹരിക്കുമ്പോൾ ഈ ബിലെയാമിനെയും വാൾ കൊണ്ട് കൊന്നതായിട്ട് നമ്മൾ സംഖ്യ 31:8 വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി അല്ലെ ലോക നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ദൈവജനത്തെ വഞ്ചിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അത് ദൈവത്തിന് ഒരിക്കലും സഹിക്കുകയില്ല. അതുകൊണ്ട് നമുക്കറിയാം, മീഖാ പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവരോട് പറയുന്നുണ്ട്, എൻ്റെ ജനം ഈ സംഭവം ഓർക്കണം. എൻ്റെ ജനം ഈ സംഭവം ഓർക്കണം. ഈ ചതിയനായ ബിലെയാമിൻ്റെ സംഭവങ്ങൾ ഓർക്കണം. അങ്ങനെ ഒരിക്കലും ആരും വഞ്ചിക്കുന്ന ഒരു സ്വഭാവമുള്ളവരായി മാറാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ ഈ ബിലെയാമിനെ കുറിച്ചൊരു വാക്യമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, 2 Peter 2:15. അവിടെ വായിക്കുന്നത്, പിന്നെ അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു. കണ്ടോ? അവർ നേർവഴി വിട്ടു തെറ്റി. പ്രിയമുള്ളവരെ, ഇതെത്ര ഭയങ്കരമാണ്! നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളിന്ന് നേർവഴിയിലാണോ അതോ തെറ്റായ വഴിയിലാണോ? അപ്പം ബിലെയാമിൻ്റെ ഉപദേശത്തിലൂടെ അവർ എന്ത് ചെയ്തു? നേർവഴി വിട്ടു തെറ്റി. ഇന്നും അനേക കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടന്മാരുടെയും
പ്രവർത്തന ഫലമായിട്ട് അനേകരും സത്യപാതയെ വിട്ടുകൊണ്ടിരിക്കുക. എത്രയോ ദുഃഖകരമായ ദയനീയമായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പെർഗമോസ് സഭയ്ക്ക് എഴുതുമ്പോൾ വെളിപ്പാട് 2:14 ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറയാനിടയായി. നോക്കുക, സഭയിലും ഇന്നത്തെ സഭകളിലും ഇങ്ങനെയുള്ള ഉപദേശം പിടിച്ചിരിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. സൂക്ഷിച്ച് ഒഴിയേണ്ട ഒരു കാര്യം തന്നെയാണ് ദൈവമക്കളെ. അടുത്തത് കോരഹിനെ കുറിച്ചാണ്. നമുക്കറിയാം, കോരഹിനെ കുറിച്ച് വായിക്കുന്നത് സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ്. കോരഹ് മോശയോടും അഹരോനോടും എതിർത്ത ഒരു വലിയ പാപം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ് രൂബേൻ ഗോത്രത്തിൽ ഏലിയാവിൻ്റെ പുത്രന്മാരായ നാദാൻ, അബീരാം, ഏലേത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്, പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത്? ഉണ്ടോ? ഇവിടെ ഒരു വലിയൊരു മത്സരമാണ്. ഈ മത്സരം അത് ദൈവഹൃദയത്തെ പോലും ദുഃഖിക്കുന്നതായിരുന്നു. അവർ പറയുന്നത് മറ്റുള്ളവർ ഇനി ഞങ്ങളെയും കൂടെ ഞങ്ങൾക്കും നേതാവാകണമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അത് പല സഭകളിലൊക്കെ കുറച്ച് ആത്മീയമായിരിക്കുന്ന അറിവും വളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ പലയിടത്തും അങ്ങനെയുള്ള ഒരു മത്സരമൊക്കെ ഉണ്ടാകും. ഒരു പ്രശ്നമുണ്ടാക്കും. അവർ കുറച്ച് പേരെ വശീകരിക്കും, സഭയെ പിളർത്തും. കോരഹിൻ്റെ ആ വഴി സ്വന്തമാക്കുന്ന അനേകരുണ്ട്. അത് സഭാജീവിതത്തിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. അവർ എന്തെങ്കിലും കുടിച്ച കാര്യങ്ങൾ കൊണ്ടുവന്ന് എന്തെങ്കിലും ദോഷം ആരോപിച്ച് സഭയെ പിളർത്തും. ഇവിടെ കോരഹിന് ഒരു നേതാവാകുവാനുള്ള വലിയ ആഗ്രഹം. ഈ ആഗ്രഹത്തിൽ അവൻ മറ്റുള്ളവരെയും വരവീശി പിടിച്ച് അവർ ഒരു 250 പേരെ കൂട്ടി മോശയ്ക്കും അഹരോനും വിരോധമായി എഴുന്നേൽക്കുക. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിന്ന് പലയിടങ്ങളിലും നാസികയിലായിരിക്കുന്ന ഞങ്ങൾക്ക് പോലും, എനിക്ക് പോലും ഈ അനുഭവമുണ്ട്. വാസ്തവത്തിൽ വളരെ കുടിലമായ തന്ത്രപരമായ രീതിയിൽ ദൈവസഭയെ തകർക്കുവാൻ പ്രവർത്തിക്കുന്ന ചില പിശാചിൻ്റെ അഭിഷിക്തരായിരിക്കുന്ന ചില സഹോദരന്മാരിലൂടെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സത്യവചനത്തെ വളച്ചൊടിച്ച് അവരുടേതായിരിക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്ത് സഭയെ തകർക്കുന്ന സ്വഭാവം കോരഹിൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൽ വാതിക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. ഇതാ അവിടെ ഇപ്പോൾ ഒരു വലിയ ഒരു സംഭവം നടക്കാൻ പോവുകയാണ്. ദൈവം അവിടെ വെളിപ്പെടുകയാണ്. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കോരഹിനെയും ആ കൂട്ടത്തെയും ഭൂമി പിളർന്ന് അവർ ജീവനോടെ പാതാളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ചിന്തിക്കുക. നമുക്ക് അതിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗങ്ങൾ വായിക്കാനായിട്ട് കഴിയും. ഞാനതെല്ലാം വായിക്കുന്നില്ല, കാരണം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്തിക്കണം ദൈവമക്കളെ, അവർ എത്രമാത്രം ഭയങ്കരമായ തെറ്റ് ചെയ്തു. ദൈവത്തിന് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. ദൈവം അവരുടെ മധ്യേ ന്യായം വിധിച്ചു. കോരഹിനോട് ചേർന്നിട്ടുള്ളവരോടും ആ 250 പേരും അവരെല്ലാവരും ജീവനോടെ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോകാനിടയായി തീർന്നു. ആ ദണ്ഡന സ്ഥലത്തേക്ക് പോകാനിടയായി തീർന്നു. നമ്മൾ ചിന്തിക്കണം. എന്നാൽ അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് അതിൻ്റെ 26-ന്റെ 10-ാം വാക്യത്തിലാണ്. നമ്മൾ സംഖ്യാപുസ്തകം 26-ന്റെ 10-ൽ കോരഹ് പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 11-ലാണ്. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല.
കോരഹിൻ്റെ പുത്രന്മാർ അവനോട് ചേരാഞ്ഞതുകൊണ്ട് അവർ മരിച്ചില്ല, അവർ രക്ഷപ്പെട്ടു. നോക്കണമേ, പ്രിയമുള്ളവരെ, ആരെല്ലാം എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. ഇവിടെ കോരഹിൻ്റെ വഴിയിലേക്ക് പോകുന്ന വഞ്ചകരായിരിക്കുന്നവരെയൊക്കെ നമുക്ക് സഭായോഗങ്ങളിലൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമുക്കറിയാം, വിപരീത ഉപദേശം പ്രസ്താവിച്ചുകൊണ്ട് വരുമെന്ന് പൗലോസ് ശ്ലീഹ എഫേസോസ് സഭയോട് മുന്നറിയിപ്പ് കൊടുക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 20-28-29 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ അവർ എഴുന്നേൽക്കുമെന്നാണ്. ഇങ്ങനെ എഴുന്നേറ്റ് അവർ സഭയെ പിളർത്തും, വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അത് കോരഹിൻ്റെ കൂട്ടരാണ് പ്രിയമുള്ളവരെ. അതൊന്നും ശാശ്വതമായൊരു കാര്യമല്ല. കുറച്ച് നാളൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോയെന്ന് വന്നേക്കാം, അവസാനം അതെല്ലാം താരടിയാകും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമുക്ക് ദൈവത്തിൻ്റെ ആ വഴി അറിയുവാനായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ആ വഴിയെ പോകുവാനായിട്ടുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, ഈ സമയത്തും പ്രതിസന്ധികൾ വരാം. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മോശ ജനത്തെ നയിക്കുമ്പോൾ പ്രതിസന്ധി ഉണ്ടായി. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സേന, ഇരുവശത്തും വലിയ മലകൾ. എന്നാൽ ദൈവം അവിടെ പറയുന്ന കാര്യം നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മോശയോട് ദൈവം അപ്പം ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. മിസ്രൈമിൽ ശവക്കോട്ടയില്ലായിരുന്നോ? ഞങ്ങൾക്ക് അവിടെ മരിച്ചാൽ പോരായിരുന്നോ? പലതും പറഞ്ഞ് മോശയെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞ് ചെങ്കടൽ വിഭാജിക്കുന്നു, അവർ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യോശുവയുടെ സമയത്തും യോശുവ നദി കടന്നു പോകുവാനായിട്ട്, നൈൽ നദി കടന്നു പോകുവാനായിട്ട് അവിടെ വരുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ആ വെള്ളത്തിന്മേൽ കാൽ വെച്ചപ്പോൾ ഒഴുക്ക് നിന്നു. അവർ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു. പ്രതിസന്ധികളിലെല്ലാം തൻ്റെ ഭക്തന്മാർക്ക് ദൈവം വഴി തുറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോ നിലയിലും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവം നടത്തുന്ന വഴികളും എത്ര ശ്രേഷ്ഠമാണ്. പൗലോസിൻ്റെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും, അനേക ദിവസങ്ങൾ കപ്പൽ യാത്രയിൽ വെളിച്ചം പോലും കിട്ടിയില്ല. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, പൗലോസ് ആ കപ്പലിലുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, എൻ്റെ ഉടയവനായ ദൈവം എന്നോട് സംസാരിച്ചു, അതുകൊണ്ട് നിങ്ങൾ ആഹാരം കഴിച്ച് ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ അക്കരെ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് സാരം എന്തെന്ന് വെച്ചാൽ, എപ്പോഴും നമുക്ക് ദൈവ വഴി അറിയുവാനായിട്ടുള്ള ആ ഒരു ഉത്സാഹം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ഇവിടെ യെശയ്യാപ്രവചനം 30-ാം അധ്യായം 18-ാം വാക്യം അതിൻ്റെ അവസാനം വായിക്കുന്നത്, അവനായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവനായി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ യെശയ്യാപ്രവചനം തന്നെ 49-23 വായിക്കുന്നത്, ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല, ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മൾ അല്പം വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ നിലയിൽ വെയിറ്റ് ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കും. ഇത് നമുക്ക് കാണാൻ കഴിയും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്ന് യെശയ്യാ 28-16 അവസാന ഭാഗത്ത് വായിക്കും. അവിടെ ഓടിപ്പോകുകയില്ലെന്നല്ല, ആക്ച്വലി ധൃതി കൂട്ടുകയില്ല എന്ന അതിൻ്റെ പരിഭാഷയിൽ വന്ന് ചെറിയൊരു ഇതാണ്. ധൃതി കൂട്ടുകയില്ല, വിശ്വസിക്കുന്നവൻ ധൃതി കൂട്ടുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും, അതിനുവേണ്ടി സാവകാശമെടുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ഉത്സുകരാണ് എന്നുള്ളതാണ്. നമ്മൾ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ നമുക്കുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞല്ലോ, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. അപ്പോൾ കർത്താവ് വഴി പറയാൻ വന്നവനല്ല, കർത്താവ് വഴിയായിട്ട് വന്നവനാണ്. അപ്പോൾ കർത്താവ് നമുക്ക് വഴിയായിരിക്കുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠമാണ്. മാത്രമല്ല നമുക്ക് വഴികാട്ടിയായിട്ട് പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നു. യോഹന്നാൻ 16-13 നിങ്ങൾക്ക് ആ വാക്യം ഓർമ്മയുണ്ട്. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള വഴിയിലാണോ?
പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തുന്നു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കയീൻ്റെ വഴിയിലേക്കോ ബിലിയാമിൻ്റെ വഴിയിലേക്കോ അല്ല കോരഹിൻ്റെ വഴിയിലേക്കോ അല്ല, നമ്മൾ യഥാർത്ഥമായും കർത്താവായ യേശുക്രിസ്തു ആകുന്ന വഴിയിലൂടെ ആ വഴിയിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരും പറയട്ടെ, നമുക്ക് നമ്മുടെ വഴിയെ നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ യഥാർത്ഥമായും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ക്രിസ്തുവാകുന്ന വഴിയിലൂടെ തന്നെയാണോ എൻ്റെ ജീവിതയാത്ര എന്ന് പരിശോധിക്കാം. അങ്ങനെ ജയകരമായി ജീവിച്ച് അഗ്രനാട്ടിലെത്തുവാൻ കർത്താവ് വചനങ്ങളാൽ എല്ലാ കേൾവിക്കാർക്കും ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.